നമസ്കാരം. സുരേഷ് ഗോപിയേക്കാൾ ഒരുപക്ഷെ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള താരം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക സുരേഷ് ഗോപി. ഇവരുടെ മക്കളും രാധിക സുരേഷ് എന്ന അമ്മയെ കുറിച്ച് സംസാരിക്കുമ്പോൾ 100 നാവാണ്. സുരേഷ് ഗോപിയേക്കാൾ ഒരുപക്ഷെ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള താരമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക സുരേഷ് ഗോപി. മികച്ച ഒരു പിന്നണി ഗായികയായിരുന്ന രാധിക വിവാഹശേഷമാണ് ഗാനരംഗത്ത് നിന്ന് പിന്മാറുന്നത്. സുരേഷ് ഗോപിക്കൊപ്പം ചില വേദികളിൽ മാത്രമാണ് രാധിക പാടി ആരാധകർ കേട്ടിട്ടുള്ളത്. 2 സിനിമകളിലാണ് പാടിയിട്ടുള്ളത്. ആദ്യത്തേത് ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന സിനിമയായിരുന്നു. ഗായികയായ രാധിക സുരേഷിനെ കുറിച്ച് നിരവധി പേർ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സുഹൃത്തും നടിയുമായ മാലാ പാർവതി പറയുന്ന വാക്കുകളാണ് ചർച്ചയാവുന്നത്. മലയാളത്തിൽ ഇപ്പോഴുള്ള മികച്ച സഹനടിമാരിൽ ഒരാളാണ് മാലാ പാർവതി. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും അമ്മ വേഷങ്ങളിലടക്കം തിളങ്ങുന്ന പാർവതി സാംസ്കാരിക വിഷയങ്ങളിലടക്കം ഇടപെടുകയും തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്ന വ്യക്തിത്വം കൂടിയാണ്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ടൈം എന്ന ചിത്രത്തിലൂടെ 2007 പാർവതി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഇമാനുവൽ, ഞാൻ, ഓം ശാന്തി ഓശാന, കൊന്തയും പൂനൂലും, ആക്ഷൻ ഹീറോ ബിജു, മുന്നറിയിപ്പ്, ടേക്ക് ഓഫ്, ഗോദ, ലൂസിഫർ, ഇഷ്ക് ആൻഡ് ഓസ്കാർ ഗോസ് ടു, ബ്രദേഴ്സ് ഡേ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, മാമാങ്കം എന്നീ തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ പിന്നീട് താരം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പാർവതിയുടെ കുടുംബ സുഹൃത്തും അടുത്ത കൂട്ടുകാരിയുമാണ് സുരേഷ് ഗോപിയുടെ ഭാര്യയും ഗായികയുമായ രാധിക. ഇരുവരും ഒരുമിച്ച് കോളേജിൽ പഠിച്ചിരുന്നു. മാത്രമല്ല കുട്ടിക്കാലം മുതൽ പരിചയക്കാരുമാണ്. രാധികയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് അഭിമുഖങ്ങളിൽ ഒന്നും പാർവതി ഇതുവരെ സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മാലാ പാർവതി രാധികയെക്കുറിച്ച് വാചാലയായത്. അന്നും അസലായി പാടുമായിരുന്നു രാധികയെന്നും പാർവതി പറയുന്നുണ്ട്. രാധിക വെർച്വലായി എത്തി പാർവതിക്കൊപ്പമുള്ള ഓർമ്മകളും അഭിമുഖത്തിൽ പങ്കുവച്ചു. രാധികയെ രാജി എന്നാണ് പാർവതി അടക്കമുള്ള സഹപാഠികൾ വിളിക്കുന്നത്. രാജിയുടെ പഠിത്തം നിർത്തിയത് ഞാനാണെന്ന് മാലാ പാർവതി പറയുന്നു. വുമൺസ് കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതാൻ അതായത് രാധിക സുരേഷ് ഗോപി പോവുകയാണ്. ഞാൻ അവിടെ മതിലിന് മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നോട് പരീക്ഷ എഴുതുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവളും പരീക്ഷ എഴുതിയില്ല. ഞങ്ങൾ ഒരുമിച്ച് രാജിയുടെ വീട്ടിൽ പോയി. ഞങ്ങൾ ചെന്നപ്പോൾ സുരേഷ് ഏട്ടൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞു. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ഞാൻ പഠിച്ച് MA-യും MPhil-ഉം എല്ലാം എടുത്തു. പാവം അവൾ തുടർന്ന് പഠിച്ചില്ല, കല്യാണം കഴിച്ചു പോയി. അങ്ങനെ രാജിയുടെ പഠിത്തം പോയി. അന്ന് പരീക്ഷ എഴുതിയിരുന്നുവെങ്കിൽ രാജി എല്ലാം എഴുതിപ്പോയനെ എന്നാണ് പാർവതി സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞത്. നേരിട്ട് വന്ന് പാർവതിക്കൊപ്പമുള്ള നല്ല ഓർമ്മകൾ അഭിമുഖത്തിൽ പങ്കിടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും തിരക്കുകൾ കാരണം സാധിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് രാധിക പാർവതിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു, തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. ഞാൻ പഠനം നിർത്തിയത് പാറു കാരണമാണെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇതേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ കല്യാണ സമയത്ത് പാറുവൊക്കെ തന്ന കുപ്പിവളയിൽ കുറച്ച് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പാറുവിന്റെ കുടുംബവുമായി ചെറുപ്പം മുതൽ ഞങ്ങൾക്കെല്ലാം പരിചയമുണ്ട്. എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ സന്തോഷവും വർത്തമാനവുമായി വേറൊരു ലോകത്തേക്ക് പോകും. വേറൊന്നും ആലോചിക്കില്ലെന്ന് രാധിക പറഞ്ഞു. രാധിക അഞ്ജന കണ്ണെഴുതി എന്ന പാട്ട് അസലായി പാടുമെന്നും അതവൾ പാടുമ്പോൾ രാധികയെ തന്നെ നോക്കി നിന്നാൽ നമ്മൾ വേറൊരു ലോകത്തെത്തുമെന്നും മാലാ പാർവതി കൂട്ടിച്ചേർത്തു. പിന്നീട് ഭർത്താവിനെ കുറിച്ചാണ് നടി സംസാരിച്ചത്. സീഡിറ്റിൽ ഉദ്യോഗസ്ഥനായ B സതീഷിനാണ് മാലാ പാർവതിയുടെ ജീവിത പങ്കാളി. ഞാനും സതീഷിനും തമ്മിൽ പ്രേമമുണ്ടായിരുന്നില്ല. എനിക്ക് സതീഷിനെ പരിചയവുമില്ലായിരുന്നു. നാട്ടുകാർ കഥകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്നെ കല്യാണം കഴിക്കാമോ എന്ന് ഞാൻ സതീഷിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു കമ്മിറ്റിയിലാണ്, പിന്നെ വിളിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം കട്ട് ചെയ്തു എന്നാണ് പ്രണയകഥ ചോദിച്ചപ്പോൾ പാർവതി നൽകിയ മറുപടി. അടുത്തിടെയാണ് ഇരുവരും 33-ാം വിവാഹ വാർഷികം ആഘോഷിച്ചത്.